നിലമ്പൂർ ഇലക്ഷനിൽ ആര് ജയിച്ചു എന്നല്ല, നിലമ്പൂർ ഇലക്ഷനിൽ എന്താ സംഭവിച്ചത്? നിലമ്പൂരിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം, കോൺഗ്രസിന് പ്രത്യേകിച്ച് ആത്മവിശ്വാസം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ സീറ്റാണ്. വോട്ട് കൊണ്ട്, സ്വന്തം വോട്ട് കൊണ്ട്, പൊളിറ്റിക്കൽ വോട്ട് കൊണ്ട് ജയിക്കാമെങ്കിൽ UDF ജയിക്കൂ. ഇന്നല്ല എന്നും, എല്ലാ കാലത്തും അങ്ങനെയാണ്. അത്രയേറെ മാറ്റം അവിടെ വന്നിട്ടില്ല. ഈ സാക്ഷാൽ കെ കുഞ്ഞാലിയാണ് അവിടുത്തെ ആദ്യത്തെ MLA. കുഞ്ഞാലി MLA ആയിരിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ചിട്ട് കുഞ്ഞാലിയെ കൊന്നത് കോൺഗ്രസ് ആണ് എന്ന് ആർത്ത് വിളിച്ച് നടന്ന ഇലക്ഷനിൽ പോലും കോൺഗ്രസ് അവിടെ ജയിച്ചത്. പിന്നെ ഒരു കാര്യം, ഈ അൻവർ 20,000 വോട്ട് പിടിച്ചിട്ട് പോലും ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അതൊരു വലിയ, അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൻവറിനെ ഇവര് ജീവിതത്തിൽ, ചരിത്രത്തിൽ കാണിച്ച വലിയ മഹാപരാധങ്ങളിൽ ഒന്നാണ് അൻവർ. അൻവർ ഒരു കൾച്ചറാണ്. ഒരിക്കലും രാഷ്ട്രീയ നൈതികതയുള്ള ഒരു പാർട്ടിക്ക് അത് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അൻവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ 2 തവണ MLA ആയി. അദ്ദേഹത്തിന് വോട്ടുകൾ പർച്ചേസ് ചെയ്തിട്ട് ജയിച്ചത് തീർച്ചയായിട്ടും കോൺഗ്രസിലെ വിഭാഗീയത ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ആദ്യം മത്സരിക്കുമ്പോൾ VV പ്രകാശും കൂട്ടരും എതിരാണ്. VV പ്രകാശും മത്സരിക്കുമ്പോൾ ഷൗക്കത്തും കൂട്ടരും എതിരാണ്. അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. പക്ഷെ ജയിച്ച് കയറിയിട്ട് കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് 8 കൊല്ലം കൊണ്ട് ഇദ്ദേഹം അൻവർ ചെയ്തത് പൊളിറ്റിക്കൽ വോട്ടുകളെ ഫ്യൂഡൽ വോട്ടുകളാക്കി മാറ്റുകയാണ്. ഞാൻ അമ്പുക്ക എന്നാണ് പറയാ, ഞാൻ ചെയ്തു തരാം, ഞാൻ ചെയ്തു. മാത്രമല്ല വോട്ടിന് കാശ് കൊടുക്കുമ്പോൾ പോലും പലയിടത്തും പറഞ്ഞത്, ഓർത്തിരിക്കണം, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് അറിയാൻ പോലും അമ്പുക്കാക്ക് സൗകര്യമുണ്ട് കേട്ടോ, ഇവിടെ ജീവിച്ചു പോകണമല്ലോ. ഈ രീതിയാണ്. അതുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഫ്യൂഡലാക്കി മാറ്റിയാണ് അൻവർ നേടിയ വോട്ട്. അതുകൊണ്ട് തന്നെ അൻവർ നേടിയ മഹാഭൂരിപക്ഷം വോട്ട് ഇത്തവണ നേടിയ വോട്ട് കോൺഗ്രസിന്റേതല്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ശതമാനം, 20,000-ൽ കൂടി വന്ന ഒരു 2,000-3,000 വോട്ട് മാത്രമേ കോൺഗ്രസിൽ നിന്ന് പരമ്പരാഗത വോട്ട് അൻവർ പിടിച്ചിട്ടുള്ളൂ. ബാക്കി 17 LDFന്റെ രാഷ്ട്രീയ വോട്ടുകളെ ഫ്യൂഡലാക്കി മാറ്റി. അതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം അവിടെ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിന് അവിടെ ആത്മവിശ്വാസത്തിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് ചെയ്ത ഏറ്റവും ആരോഗ്യകരമായൊരു ജോലി ഇങ്ങനെ ഒരു ആന്റി പൊളിറ്റിക്കൽ എലമെന്റിനെ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അൻവറിനെ ഫിനിഷ് ചെയ്തു. ഇപ്പോഴും സ്ട്രോങ്. നമ്മൾ VD സതീശനെ അഭിനന്ദിക്കേണ്ട ഒരു കേസാണ്. VD സതീശൻ വളരെ സമർത്ഥമായിട്ട് ചെയ്തു. സതീശൻ ഇപ്പോഴും ആ നിലപാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സൂക്ഷിച്ചാൽ UDFന് അതും ഗുണം ചെയ്യും. കൃത്യമാണ് ആ നിലപാട്. ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.